ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ഹെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്കറിയാം. ബോട്ടോക്സ്, കെരാറ്റിൻ, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് എന്ന ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് നാനോപ്ലാസ്റ്റി ഹെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു റേഞ്ച് വളരെ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ആണ് നാനോപ്ലാസ്റ്റിയ. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റും അത് ഏത് ഏജ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാനും അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. അപ്പൊ നമുക്ക് വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ എന്താണ് നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെയധികം അടങ്ങിയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെന്റ് ആണ്. സോ ഇത് ഒരുപാട് നാൾ നമ്മുടെ ഹെയറിനകത്ത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ വളരെ പെട്ടെന്നൊന്നും പോകത്തില്ല. കുറേ നാൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മുടിക്ക് ഒരു ഡാമേജ് ഇല്ലാണ്ട് ആഫ്റ്റർ ഒരു എഫക്റ്റും ഇല്ലാണ്ട് തന്നെ ഒരുപാട് നാൾ ഇത് അതേപോലെ തന്നെ കിടക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ആർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് ഡാമേജ് ആയവർക്ക്, പിന്നെ സ്പ്ലിറ്റനിങ്, ഡ്രൈനെസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതേപോലെ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് സ്മൂത്തനിങ്, സ്ട്രെയിറ്റിംഗ് ഒക്കെ ചെയ്ത് ഹെയർ നല്ല ഡാമേജ് ആയി, അതേപോലെ കേളി ഹെയർസ് സ്ട്രെയിറ്റ് ചെയ്ത് ഡാമേജ് ആയവർക്കൊക്കെ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ് ചെയ്തതിന് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ അതിനകത്ത് അടങ്ങിയ നാനോ പാർട്ടിക്കിൾസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഇവർക്ക് സഹായകമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, കൊളാജൻ ഇതൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല സിൽക്കി ആയിട്ടും സ്മൂത്ത് ആയിട്ടും വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും കിടക്കാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. സോ ഇതിനകത്ത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ആഡ് ആകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഹെയർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് നാനോപ്ലാസ്റ്റിയുടെ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമെന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ ഹെയർ നന്നായിട്ട് കഴുകി വാഷ് ചെയ്യും. അതിനുശേഷം നമുക്ക് വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്രീം അവർ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹെയർ നല്ല ഡ്രാപ്പ് ചെയ്ത് വെക്കും. ഒരു 10 or 50 മിനിറ്റ്സ് ഡ്രാപ്പ് ചെയ്ത് വെക്കും. അതിനുശേഷം അതേപോലെ കണ്ടീഷണർ വെച്ച് നമ്മുടെ ഹെയർ വാഷ് ചെയ്തതിനു ശേഷം അയേണിംഗ് ആണ്. ഇത്രയാണ് മെയിൻ പ്രൊസീജിയർ. കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യാവൂ എന്നതാണ്. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം ഓയിൽ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം നമ്മുടെ ഹെയറിനകത്ത് ഓയിൽ പ്രൊസീജിയർ വളരെയധികം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റിങ്ങോ ആണെങ്കിൽ നമ്മുടെ ഹെയറിനകത്ത് ഓയിൽ ഒട്ടും കാണത്തില്ല, ഒരു സ്വല്പം പോലും കാണൂല. പക്ഷെ ഇത് അങ്ങനെയല്ല. നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ നല്ല രീതിയിൽ നമ്മുടെ ഹെയറിൽ കാണും. ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് സെറം, അതേപോലെ റോസ്മേരി വാട്ടർ അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഹെയർ യൂസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ബട്ട് ഓയിലിന്റെ ആവശ്യം നമ്മുടെ ഹെയറിൽ വരുന്നില്ല. കാരണം എപ്പോഴും നമ്മുടെ ഹെയറിനകത്ത് ഓയിലിന്റെ ആ ഒരു അംശം വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ ഹെയർ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ നമ്മുടെ ഹെയറിനകത്ത് ആഴ്ചയിൽ 2 or 3 വട്ടം മാത്രം നമ്മുടെ ഹെയർ നല്ല വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കണ്ടീഷണർ, ഷാമ്പൂ വെച്ചാണ് വാഷ് ചെയ്യേണ്ടത്. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഏത് സലൂണിൽ പോയാണോ ട്രീറ്റ്മെന്റ് ചെയ്തത് അവിടെ നിന്ന് തന്നെ കണ്ടീഷണർ ഷാമ്പു വാങ്ങിക്കാൻ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. കാരണം നമ്മൾ വേറെ എവിടെയും പോയി വാങ്ങിച്ചാൽ അത്ര ഒരു എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഹെയറിനകത്ത് ഏത് രീതിയിലുള്ള പാർട്ടിക്കിൾസ് ആണോ അവർ ആദ്യം അപ്ലൈ ചെയ്ത് ആ രീതിയിലുള്ള കണ്ടീഷണർ ഷാമ്പു ആണ് നമുക്ക് അവർ തരുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു 6 or 8 months ഒക്കെ ഇത് വളരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഒരു 8 monthsന് ശേഷം നമുക്ക് ഓയിലൊക്കെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യാം. അതേ നമ്മുടെ മുടിക്ക് വളരെ ഡാമേജസോ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണോ അതേപോലെ മാക്സിമം കുറേ നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ ഹെയർ ഫാളോ അങ്ങനെ ഒന്നും വരാറില്ല. ഹെയർ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒരുപാട് നാൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് കിടക്കും. എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ് വളരെ ഗുണകരമാണ്. ഞാൻ ചെയ്തിട്ടുള്ളതും ആ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പം എൻ്റെ അനുഭവം കൂടി മിക്സ് ആക്കിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.